എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത് ലിയോ? ഏത് ലിയോ? ലിയോയൊക്കെ തട്ടി. കൃത്യം 9 മണിക്ക് ബുക്കിംഗ് ആരംഭിച്ചു ഇന്ത്യ ഒട്ടാകെ എമ്പുരാൻ. ആ എമ്പുരാൻ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ തന്നെ ഏതൊക്കെ സിനിമകൾ ആദ്യത്തെ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ്സ് നടത്തിയോ അതിനൊക്കെ തട്ടിയിരിക്കുകയാണ് എമ്പുരാൻ. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ഞാൻ നിന്നെ താഴെയിറക്കും. എമ്പുരാന് വൻ ബുക്കിംഗ്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ അരമണിക്കൂറോളം നിശ്ചലം. കൊള്ളാലോ നീ. നമുക്കറിയാം അല്ലു അർജുൻ ചിത്രമായ പുഷ്പ, ബാഹുബലി, കൽക്കി, ലിയോ, ജവാൻ ഈ സിനിമകൾക്കൊക്കെ തന്നെ വെട്ടി നിരപ്പാക്കിക്കൊണ്ടാണ് എമ്പുരാന്റെ തേരോട്ടം തുടങ്ങുന്നത്. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. കൃത്യം 9 മണിക്ക് തന്നെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും പിന്നിടുമ്പോഴേക്കും ബുക്ക് മൈ ഷോ ആപ്പിൽ മാത്രം 1,20,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിട്ടുള്ളത്. സ്വാഭാവികം. നമുക്കറിയാം ആദ്യ 15 മിനിറ്റിലൊക്കെ തന്നെ ബുക്കിംഗ് ആപ്പുകളൊക്കെ ക്രാഷ് ആയി നിൽക്കുകയാണ്. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. പക്ഷേ ആദ്യത്തെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ 93,500 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പ് വഴി മാത്രം എമ്പുരാനിൽ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ വേഗം എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം ഇടോ. തിരുവനന്തപുരം ഏരിയസ് തിയേറ്റർ അതിനകത്ത് 4 മിനിറ്റ് കൊണ്ടാണ് ആദ്യ ദിനത്തിന്റെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയത് എന്നുള്ളതാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നുള്ളതാണ്. അത് ചരിത്രമാണ്, റെക്കോർഡാണ്. അത് മലയാള സിനിമയുടെ റെക്കോർഡല്ല, ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലത്തെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നീ കണ്ടത് എന്താണെന്ന് പറ. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളായ ബുക്ക് മൈ ഷോ തുടങ്ങിയ ആപ്പുകളൊക്കെ രാവിലെ തന്നെ ക്രാഷ് ആയ ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഒരൊറ്റ നിമിഷം എന്റെ മുഖം ഓർത്തുകൂടായിരുന്നു. എമ്പുരാൻ എല്ലാ താര രാജാക്കന്മാരെയും കിങ് ഖാനെ ഒക്കെ തട്ടിക്കളഞ്ഞു. തെലുങ്കില് പോയിട്ട് പ്രഭാസിനെയും അല്ലു അർജുനെയും തട്ടി. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയാ നിന്നെ ഞാൻ പൂട്ടും, ഒടുക്കത്തെ പൂട്ട്. തമിഴിൽ പോയി വിജയെ തട്ടി. ഈ റെക്കോർഡുകളൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് തോള് ചരിഞ്ഞ മലയാളത്തിന്റെ മഹാത്ഭുതമായ മോഹൻലാൽ ചിത്രം എമ്പുരാൻ കുതിപ്പ് തുടരുന്നത്. കുഴപ്പമായി തോന്നുന്നത്. ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്ക് പോലും പ്രത്യേകിച്ച് ഏത് ഭാഷ വേണമെങ്കിലും എടുത്തു നോക്കിയാൽ പോലും നമ്മൾ ബാഹുബലി ആവട്ടെ, KGF ചാപ്റ്റർ 2 ഉൾപ്പെടെയുള്ള സിനിമകളും കിങ് ഓഫ് കൊത്ത ഇതൊക്കെ തന്നെയായിരുന്നു ഇതിന് മുൻപ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഹൗസ്ഫുൾ ആയ സിനിമകൾ. അതെല്ലാം ഇപ്പോൾ എമ്പുരാൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി അറിയാനുള്ളത് കേരളത്തിൽ ആദ്യ ദിനത്തിൽ ലിയോ തീർത്ത 12.5 കോടി എന്ന കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ എമ്പുരാന് സാധിക്കുമെന്നുള്ളതാണ്. അതിന് നമ്മൾ 27-ാം തീയതി വരെ കാത്തിരിക്കണം. ക്ഷമ വേണം. ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യും. ഈ ഒരു ഘട്ടത്തിൽ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ട് എത്തുകയാണ് എമ്പുരാൻ. ട്രെയിലർ വൻ തരംഗം. ജംഗിൾ പൊളിയെന്ന് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ട്രെയിലറും പ്രേക്ഷകർ ഏറ്റെടുത്തത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ ഞാൻ ഈ കുളത്തിൽ ചാടേണ്ടി വരും. പോട്ടെ.